ഓക്കെ സോ ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ തിയറി ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് വെച്ചിട്ട് നമുക്ക് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോ നോക്കിയിട്ട് തിയറി എന്താ എന്നുള്ളത് ആദ്യം നോട്ടിൽ എഴുതി വെക്കുക, എന്നിട്ട് അതിൻ്റെ ഡെറിവേഷൻ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ തിയറി ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് രണ്ട് കേസായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ഫോർ ഡയറക്റ്റ് ഒബ്സർവേഷൻസ് ഓഫ് ഈക്വൽ വെയ്റ്റ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഗിവൺ ബൈ ദാറ്റ് വേർ സിഗ്മ ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ മിനിമം. ദാറ്റ് ഈസ് എററിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് റെസിഡ്വൽ എററിന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു മിനിമം എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വാല്യൂ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഇഫ് ദ മെഷർമെന്റ്സ് ആർ ഓഫ് ഈക്വൽ വെയ്റ്റ് then the most probable value of an observed quantity is the one for which the sum of squares of the residual errors is a minimum. That is, sum of squares of residual errors എന്ന് പറയുമ്പോൾ sigma e square should be equal to a minimum. അതാണ് ഫസ്റ്റ് കേസിൽ പറയുന്നത്. ഇനി അതേപോലെ തന്നെ സെക്കൻഡ് കേസ് പറയുന്നുണ്ട്, ദാറ്റ് ഈസ് ഫോർ ഡയറക്റ്റ് മെഷർമെന്റ്സ് ഓഫ് അൺഈക്വൽ വെയ്റ്റ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള കേസിൽ. ഓക്കെ, ഇൻ ദാറ്റ് കേസ് the most probable value of an observed quantity is the one for which the sum of product of weight and squares of residual errors, that is sigma w into e square is equal to a minimum. ക്ലിയർ അല്ലേ? അതായത് കേസ് വണ്ണിൽ ഇപ്പോൾ ഡയറക്റ്റ് ഒബ്സർവേഷൻസ് ഓഫ് ഈക്വൽ വെയിറ്റ് ആണെങ്കിൽ ബൈ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ ഈ ഒരു കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതായത് സിഗ്മ ഇ സ്ക്വയർ എന്ന് പറയുന്നത് ഷുഡ് ബി എ മിനിമം. ആൻഡ് ഫോർ കേസ് 2 ദാറ്റ് ഈസ് ഡയറക്റ്റ് ഒബ്സർവേഷൻസ് ഓഫ് അൺഈക്വൽ വെയ്റ്റ്സ്, ദാറ്റ് ഈസ് വെയ്റ്റഡ് ഒബ്സർവേഷൻസ് ആണ് വരുന്നതെങ്കിൽ by theory of errors അല്ലെങ്കിൽ theory of least squares we have the condition sigma w into e square is equal to a minimum. ഈ രണ്ട് കണ്ടീഷൻസ് ആണ് നമ്മളുടെ എന്ത് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഈ ഒരു രണ്ട് കണ്ടീഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ ഫസ്റ്റ് കേസിൽ ദാറ്റ് ഈസ് കേസ് 1 ഡയറക്റ്റ് ഒബ്സർവേഷൻസ് ഓഫ് ഈക്വൽ വെയ്റ്റ്, ഈ ഒരു കേസിൽ എങ്ങനെയാണ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് നമുക്ക് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ കാണുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ ജനറൽ എക്സ്പ്രഷൻ എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്ക് ഡിറൈവ് ചെയ്യാം. ഓക്കെ, സോ കേസ് 1 എഴുതിക്കോളൂ, ഡയറക്റ്റ് ഒബ്സർവേഷൻസ് ഓഫ് ഈക്വൽ വെയ്റ്റ്. ലെറ്റ് കുറച്ച് ടേംസ് നമുക്ക് ഇവിടെ ആവശ്യമാണ് അല്ലേ. ലെറ്റ് എം ബി മോസ്റ്റ് പ്രോബബിൾ വാല്യൂ. എം എന്ന് പറയുന്നതാണ് നമ്മളുടെ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ. അതല്ലെങ്കിൽ സിംപ്ലി നമുക്ക് എം പി വി എന്ന് ഡിനോട്ട് ചെയ്യാം കേട്ടോ. ദെൻ എൻ ബി ദി നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. എൻ എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ദെൻ V1, V2, V3 എക്സെട്ര ബി ദി ഒബ്സർവ്ഡ് വാല്യൂസ്. നമ്മൾ ഓരോ ഇപ്പൊ എന്ത് സാധനം വെച്ചാൽ ആംഗിൾ ആണെങ്കിൽ ആംഗിൾ, അങ്ങനെ ഒബ്സർവ്ഡ് വാല്യൂസ് ആണ് എന്ത് V1, V2, V3 എക്സെട്ര. Then E1, E2, E3 etc. represents the residual errors. Clear അല്ലേ? M most probable value, N number of observations, V1, V2, V3 etc. observed values, and E1, E2, E3 etc. residual errors. ഇവിടെ എല്ലാ ഒബ്സർവ്ഡ് വാല്യൂസ് അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് മെയ്ഡ് ചെയ്തിട്ടുള്ളതൊക്കെ ഈക്വൽ വെയിറ്റ്, അതായത് യൂണിറ്റ് വെയിറ്റിൽ തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് സെയിം കണ്ടീഷൻ, സെയിം എല്ലാ ഇതിലും വെച്ചിട്ടാണ് നമ്മൾ ആ വാല്യൂസ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു കേസിൽ നമുക്കറിയാം വി ഹാവ് ജനറൽ ഇക്വേഷൻ ഫോർ റെസിഡ്വൽ എറർ അല്ലെ. റെസിഡ്വൽ എറർ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താ, residual error is equal to MPV minus observed value, that is most probable value minus observed value എന്ന് പറയുന്നതാണ് എന്ത് residual error എന്ന് നമുക്കറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ E1 എന്നുള്ളതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? most probable value is M അല്ലെ. ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ most probable value എന്ന് പറഞ്ഞാൽ, that is M minus V1. E2 എന്ന് പറയുന്നത് എന്തായിരിക്കും? M minus V2. E3 എന്ന് പറയുന്നത് എന്തായിരിക്കും? M minus V3 എക്സെട്ര അല്ലെ. അങ്ങനെ ഈ N വരെ നമുക്ക് എഴുതാൻ പറ്റും. എന്താ?
ഇ എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇ എൻ ഇസ് ഈക്വൽ ടു എം മൈനസ് വി എൻ. ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലേ? ദെൻ ബൈ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് നമ്മുടെ കയ്യിലുള്ള കണ്ടീഷൻ എന്താ? ബൈ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് വി ഹാവ് എന്താ കണ്ടീഷൻ? ഈക്വൽ വെയിറ്റ് ആണെങ്കിൽ എന്താ? സിഗ്മ ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ മിനിമം. അതാണ് നമ്മളുടെ കണ്ടീഷൻ അല്ലേ? ദാറ്റ് ഈസ് സിഗ്മ ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ മിനിമം. സിഗ്മ ഇ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ എറേഴ്സിന്റെ എല്ലാത്തിന്റെയും സമ്മ് അല്ലേ? ദാറ്റ് ഈസ് E1 സ്ക്വയർ പ്ലസ് E2 സ്ക്വയർ പ്ലസ് E3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് En സ്ക്വയർ ഇസ് ഈക്വൽ ടു എ മിനിമം. ക്ലിയർ അല്ലേ? E1 E2 E3 എന്നൊക്കെ പറയുന്നത് നമുക്ക് അറിയാം എന്താ? എം മൈനസ് V1 എം മൈനസ് V2 ഇങ്ങനെ എഴുതാം അല്ലേ? സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എം മൈനസ് V1 ദ ഹോൾ സ്ക്വയർ പ്ലസ് എം മൈനസ് V2 ദി ഹോൾ സ്ക്വയർ പ്ലസ് m minus v3 the whole square plus etc plus m minus vn the whole square is equal to a minimum എന്ന് എഴുതാൻ പറ്റും. is equal to a minimum ഇങ്ങനെ എഴുതാം അല്ലേ? ഇനി on differentiating this നമുക്ക് എന്ത് എഴുതാം? on differentiating ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മിനിമം എന്നുള്ളത് 0 ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓൺ ഡിഫറൻഷിയേറ്റിംഗ് എങ്ങനെ വരും? 2 ഇൻറ്റു എം മൈനസ് V1 അല്ലേ? ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ എന്നുള്ള ഫോമാണ്. അപ്പോൾ 2 അതായത് n എക്സ് റേസ് ടു n മൈനസ് 1 അതാണ് വരിക അല്ലേ? സോ 2 ഇൻറ്റു എം മൈനസ് V1 പ്ലസ് 2 ഇൻറ്റു എം മൈനസ് V2 പ്ലസ് 2 into m minus v3 plus etc plus 2 into m minus vn is equal to 0. Okay, so ഇതിൽ നിന്ന് നമുക്ക് എന്ത് എടുക്കാം? We can take 2 outside അല്ലേ? 2 into m minus v1 plus m minus v2 plus m minus v3 plus etc plus m minus vn which is equal to 0. So 2 എന്തായി? 0 ആയി. 2 ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ? ദാറ്റ് ഈസ് ഇങ്ങോട്ട് പോകുമ്പോൾ ഇല്ല. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് m minus v1 plus m minus v2 plus m minus v3 plus etc plus m minus vn is equal to 0. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം m plus m plus m plus etc plus m അതെന്ന് പറയുമ്പോൾ ടോട്ടൽ എത്രയായിരിക്കും വരിക? n ടൈംസ് m ആയിരിക്കും അല്ലേ? n നമ്പർ ഓഫ് m വരുന്നുണ്ട്. സോ ഇറ്റ് വിൽ ബി n ടൈംസ് m. ദെൻ ബാക്കിയുള്ളത് എന്താ ഉള്ളത്? മൈനസ് v1 മൈനസ് v2 മൈനസ് v3 മൈനസ് എക്സെട്ര മൈനസ് vn ഇസ് ഈക്വൽ ടു 0 അല്ലേ? സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? nm ഇസ് ഈക്വൽ ടു v1 പ്ലസ് v2 പ്ലസ് v3 പ്ലസ് എക്സെട്ര പ്ലസ് vn. ദാറ്റ് ഈസ് അപ്പുറത്തേക്ക് പോവാണ്. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയായിരിക്കും. ഫ്രം വിച്ച് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ m ഇസ് ഈക്വൽ ടു v1 പ്ലസ് v2 പ്ലസ് v3 പ്ലസ് എക്സെട്ര പ്ലസ് vn ദ ഹോൾ ഡിവൈഡഡ് ബൈ n. ഇതാണ് എന്ത്? മോസ്റ്റ് പ്രോബബിൾ വാല്യൂന്റെ ഇക്വേഷൻ ഫോർ ദ കേസ് 1. ദാറ്റ് ഈസ് ഫോർ ഡയറക്റ്റ് ഒബ്സർവേഷൻസ് ഓഫ് equal weight, the most probable value is given by arithmetic mean of observed values. Observed values in the arithmetic mean ചെയ്താൽ മതി നമുക്ക് എന്ത് കിട്ടാൻ? We can find the value of most probable value. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മളുടെ എന്ത്? കേസ് 1 എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ നമുക്ക് കേസ് 2 നോക്കാം. കേസ് 2 എന്തായിരുന്നു? കേസ് 2 അപ്പൊ ഇത് കഴിഞ്ഞ അപ്പൊ തന്നെ എഴുതിക്കോളൂ കേട്ടോ. That is the most probable value of the observed quantities of the observed values is equal to the arithmetic mean of observed values. ഇത് ഈ ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ അപ്പം തന്നെ എഴുതി വെച്ചോളൂ കേട്ടോ.
ക്ലിയർ അല്ലേ? അതായത് ഈ ഒരു കേസിൽ, ദാറ്റ് ഈസ് കേസ് 1, ഡയറക്റ്റ് ഒബ്സർവേഷൻസ് ഓഫ് ഈക്വൽ വെയിറ്റ് ആണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ആസ് ഈക്വൽ ടു ദി അരിത്തമെറ്റിക് മീൻ ഓഫ് ഒബ്സർവ്ഡ് വാല്യൂസ്. ഒബ്സർവ്ഡ് വാല്യൂസിന്റെ അരിത്തമെറ്റിക് മീൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദി മോസ്റ്റ് പ്രോബബിൾ വാല്യൂ. ക്ലിയർ അല്ലേ? ഇനി കേസ് 2 നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഡയറക്റ്റ് ഒബ്സർവേഷൻസ് ഓഫ് unequal weight. ഡയറക്റ്റ് ഒബ്സർവേഷൻസ് ഓഫ് അൺഈക്വൽ വെയിറ്റ്. ഇപ്പൊ ഇവിടെയും നമുക്ക് എന്താ കുറച്ച് കാര്യങ്ങൾ അസ്യൂം ചെയ്യണം അല്ലെ. ലെറ്റ് എം മോസ്റ്റ് പ്രോബബിൾ വാല്യൂ, ദെൻ എൻ സിമിലർ മുന്നത്തെ പോലെ തന്നെ കേട്ടോ, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, ദെൻ V1, V2, V3 എക്സെട്ര അതെന്തായിരിക്കും ഒബ്സർവ്ഡ് വാല്യൂസ്. ദെൻ വെയ്റ്റഡ് അൺഈക്വൽ വെയിറ്റ് ആണ് അല്ലെ. അപ്പൊ ഈ ഓരോ ഒബ്സർവ്ഡ് വാല്യൂസിന് നമുക്ക് ഓരോ വെയിറ്റുകൾ അസ്യൂം ചെയ്യാം. W1, W2, W3 എക്സെട്ര എന്ന് പറയുന്നതായിരിക്കും എന്ത്, വെയിറ്റ് ഓഫ് ഒബ്സർവ്ഡ് വാല്യൂസ്, വെയിറ്റ്സ് ഓഫ് ഒബ്സർവ്ഡ് വാല്യൂസ്, ഒബ്സർവ്ഡ് വാല്യൂസ്. ദെൻ നേരത്തെ പോലെ തന്നെ E1, E2, E3 എക്സെട്ര എന്തായിരിക്കും അത്, ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദി റെസിഡ്വൽ എറേഴ്സ്, റെസിഡ്വൽ എറേഴ്സ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മുന്നത്തെ പോലെ തന്നെ നമുക്ക് ഇവിടെയും അറിയാം, വി ഹാവ് റെസിഡ്വൽ എറർ ഇസ് ഈക്വൽ ടു, എങ്ങനെ പറയാം, റെസിഡ്വൽ എറർ ഇസ് ഈക്വൽ ടു MPV മോസ്റ്റ് പ്രോബബിൾ വാല്യൂ മൈനസ് ഒബ്സർവ്ഡ് വാല്യൂ, minus observed value. That is E1 is equal to M minus V1, E2 is equal to M minus V2, E3 is equal to M minus V3, അങ്ങനെ etc. En is equal to M minus Vn. ഇത്രയും നമുക്ക് അറിയാലേ, മുന്നത്തെ പോലെ തന്നെയാണ് വരുന്നത്. ഇനി മുന്നത്തെ കേസിൽ എന്തായിരുന്നു, ദെൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്താ, പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് അല്ലേ. By principle of least squares for direct observation of equal weight നമ്മുടെ കയ്യിലുള്ള കണ്ടീഷൻ ആയിരുന്നു എന്ത്, സിഗ്മ ഇ സ്ക്വയർ ഇൻറ്റു സിഗ്മ ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ മിനിമം എന്നുള്ളത്. ഫോർ ഡയറക്റ്റ് ഒബ്സർവേഷൻസ് ഓഫ് അൺഈക്വൽ വെയിറ്റ് വന്നാലോ, ബൈ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് വി ഹാവ് സിഗ്മ W ഇൻറ്റു ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ മിനിമം. ക്ലിയർ അല്ലേ? വെയിറ്റഡ് ഒബ്സർവേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ആ ഒരു വെയിറ്റും കൂടെ വരും, അത്രയേ ഉള്ളൂ കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതിക്കൂടെ, ബൈ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്, ബൈ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് വി ഹാവ് എന്താണ് കണ്ടീഷൻ, ലീസ്റ്റ് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ കൂടെ എഴുതിക്കോളൂ, ഫോർ വെയിറ്റഡ് ഒബ്സർവേഷൻസ് വി ഹാവ് വെയിറ്റഡ് ഒബ്സർവേഷൻസ് വി ഹാവ് എന്താണ് കണ്ടീഷൻ, സിഗ്മ W ഇൻറ്റു ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ മിനിമം അല്ലേ. സോ നമുക്ക് അതിനെങ്ങനെ എഴുതാൻ പറ്റും, W1 ഇൻറ്റു E1 സ്ക്വയർ പ്ലസ് W2 ഇൻറ്റു E2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് WN ഇൻറ്റു EN സ്ക്വയർ ഇസ് ഈക്വൽ ടു എ മിനിമം. ഇങ്ങനെ എഴുതിക്കൂടെ, ദാറ്റ് ഈസ് W1 ഇൻറ്റു E1 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ ഓൾറെഡി. എന്താണ് E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M മൈനസ് V1, E2 എന്ന് പറഞ്ഞാൽ M മൈനസ് V2, അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് W1 ഇൻറ്റു M മൈനസ് V1 സ്ക്വയർ പ്ലസ് W2 ഇൻറ്റു M മൈനസ് V2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് WN ഇൻറ്റു M മൈനസ് Vn ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ മിനിമം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് വേണം, ഈ മിനിമം വാല്യൂ എത്രയാന്നുള്ളത് 0 ആയിട്ട് കിട്ടണം അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓൺ ഡിഫറൻഷിയേറ്റിംഗ് ഈ ഒരു കണ്ടീഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓൺ ഡിഫറൻഷിയേറ്റിംഗ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, W1 ഇൻറ്റു 2 M മൈനസ് V1 അല്ലെ, എക്സ് റേസ് ടു N ആണ്. അപ്പൊ അതെന്താവും, N എക്സ് റേസ് ടു N മൈനസ് 1. ക്ലിയർ അല്ലേ? പ്ലസ് W2 ഇൻറ്റു 2 M മൈനസ് V2 പ്ലസ് എക്സെട്ര പ്ലസ് WN ഇൻറ്റു 2 M മൈനസ് Vn ഇസ് ഈക്വൽ ടു 0. ക്ലിയർ അല്ലേ?
ഇതില് മുന്നത്തെ പോലെ തന്നെ എന്താ 2 എന്നുള്ളത് കോമൺ ആണ്. സോ ഇറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. 2 into W1 into m minus V1 plus W2 into m minus V2 plus etc. plus Wn into m minus Vn is equal to 0. That is W1 into m minus V1 2 പോലെ plus W2 into m minus V2 plus etc. plus Wn into m minus Vn is equal to 0. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? W1m minus W1V1 plus W2m minus W2V2 plus etc. plus Wnm minus Wnvn ഇങ്ങനെ എഴുതിക്കൂടെ? ഈക്വൽ ടു 0. ദാറ്റ് ഇസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. W1 into m minus W1V1 plus W2m minus W2V2 plus etc. plus Wnm minus Wnvn ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് എന്ത് എഴുതാൻ നോക്കി? ഇവിടെ നോക്കുക. W1m plus W2m plus etc. plus W3m അങ്ങനെ ഉണ്ട് അല്ലേ? അപ്പൊ അതിനെ നമുക്ക് എന്തെടുക്കാം? m കോമൺ ആയി എടുത്തു കഴിഞ്ഞാൽ m into W1 plus W2 plus etc. അങ്ങനെ എഴുതിക്കൂടെ? ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് m into W1 plus W2 plus etc. plus Wn. അപ്പൊ ആ ടേമുകൾ കഴിഞ്ഞു അല്ലേ? പിന്നെ ബാക്കി എന്തൊക്കെയാ വരിക? മൈനസ് W1V1 മൈനസ് W2V2 പ്ലസ് അല്ല അല്ലെ? മൈനസ് എക്സെട്ര മൈനസ് Wnvn is equal to 0. ക്ലിയർ അല്ലേ? ഈ ടേം ഇവിടെ നിർത്തുക. ഈ നെഗറ്റീവ് വന്നതിന് എല്ലാത്തിനെയും അപ്പുറത്തെ സൈഡിലേക്ക്, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. സോ നമുക്ക് എങ്ങനെ എഴുതാം? m into W1 plus W2 plus etc. plus Wn is equal to W1V1 plus W2V2 plus etc. plus Wnvn. Therefore, most probable value m is equal to നമുക്ക് എങ്ങനെ എഴുതാം? W1V1 plus W2V2 plus etc. plus Wnvn the whole divided by W1 plus W2 plus etc. plus Wn. ഇങ്ങനെ എഴുതിക്കൂടെ? This is the expression for most probable value in case of direct observations with unequal weight. വെയിറ്റ് എന്നുള്ളത് യൂണിറ്റ് വെയിറ്റ് അല്ല, ഡിഫറെന്റ് വെയിറ്റുകളാണ് വരുന്നതെങ്കിൽ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്നുള്ളത് ഇങ്ങനെ വേണം കണ്ടുപിടിക്കാൻ. ദാറ്റ് ഈസ് ഫസ്റ്റ് വാല്യൂവിന്റെ വെയിറ്റ് ഇൻറ്റു ഫസ്റ്റ് വാല്യൂ പ്ലസ് സെക്കൻഡ് വാല്യൂവിന്റെ വെയിറ്റ് ഇൻറ്റു സെക്കൻഡ് വാല്യൂ പ്ലസ് എക്സെട്ര അങ്ങനെ ചെയ്യാം. ഹോൾ ഡിവൈഡഡ് ബൈ എല്ലാ വെയിറ്റുകളുടെ സം. അത് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്നുള്ളത് കിട്ടുക. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഇത് കഴിഞ്ഞപ്പോൾ തന്നെ എഴുതാം. ദാറ്റ് ഈസ് ദ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ, ദാറ്റ് ഈസ് ദ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ഓഫ് ദി ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റി is equal to the weighted arithmetic mean of the observed values. ക്ലിയർ അല്ലേ? അതായത് നമ്മൾ രണ്ട് കേസിലും എന്ത് ഡിറൈവ് ചെയ്തു? എക്സ്പ്രഷൻ ഫോർ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്നുള്ളത് ഡിറൈവ് ചെയ്തു. അപ്പൊ ആദ്യം തന്നെ എല്ലാ അസംഷനും ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് കേസിൽ, ദാറ്റ് ഈസ് ഈക്വൽ വെയിറ്റിന്റെ കേസിലുള്ള പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തു. ക്ലിയർ അല്ലേ? അപ്പൊ അതില് റെസിഡ്യൂൽ എറർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം m-v1 അങ്ങനെയാണെന്ന് അറിയാം. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു a മിനിമം ആയിരിക്കും. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു 0 എന്ന് കിട്ടും. എന്നിട്ട് ആ കിട്ടിയ ഇക്വേഷൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഹാവ് ദ വാല്യൂ ഓഫ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ m. ദാറ്റ് ഈസ് m is equal to v1 plus v2 plus v3 plus etc. divided by n. That is, the most probable value of the observed values is equal to the arithmetic mean of the observed value. Observed value ന്റെ arithmetic mean ന് ഈക്വൽ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി വെയിറ്റഡ് ഒബ്സർവേഷൻസിന്റെ കേസിലും ഈ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക?
സിഗ്മ ഡബ്ല്യു ഇൻറ്റു ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു മിനിമം. അതാണ് നമ്മളുടെ കണ്ടീഷൻ. സോ അതിൽ നമ്മൾ ഈ m-v1 m-v2 അതൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക, അതായത് ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് അതിൽ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? w1m പ്ലസ് w2m പ്ലസ് എക്സെട്ര പ്ലസ് wn(m) അങ്ങനെ ടേംസ് കിട്ടും. അതിന്റെ കൂടെ തന്നെ മൈനസ് w1v1 മൈനസ് w2v2 പ്ലസ് എക്സെട്ര പ്ലസ് wn(vn) കിട്ടും. അപ്പൊ അതിന്ന് m കോമൺ എടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക, എക്സ്പ്രഷൻ ഫോർ m കണ്ടുപിടിക്കുക. ക്ലിയർ അല്ലേ ഡെറിവേഷൻ?